അല്ലേ? അപ്പൊ കേരളത്തിൽ പോലും പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എംപാനലുകാരെ എല്ലാം സ്ഥിരപ്പെടുത്താൻ പോവല്ലേ നമ്മുടെ ജനകീയ സർക്കാർ അല്ലേ? ഡെയിലി വേജസുകാരെയും എംപാനലുകാരെയും എല്ലാം ഞങ്ങൾ സ്ഥിരപ്പെടുത്തും. PSC ആവശ്യമേ ഇല്ല. ഓക്കെ. ഇപ്പൊ പ്രൈവറ്റ് സർവീസ് കമ്മീഷനായി. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സർവീസ് കമ്മീഷന്റെ പേര് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു കേട്ടോ. ദ ഓൾഡസ്റ്റ് ബുക്ക് വിച്ച് മെൻഷൻ അബൌട്ട് കേരള ഈസ് എന്തോന്നാ? ഇത്തരേയ അരണ്യകം. Okay, the Public Service Commission in Travancore set up in 1936. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. Who was known as വൈക്കം ഹീറോ? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ. അത് സാധാരണ കേരള ഹിസ്റ്ററിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് വൈക്കം ഹീറോ? ഓക്കെ. EV രാമസ്വാമി നായ്ക്കർ. ദ ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തിയതാരാ? ആരാ മക്കളെ? ആരാണ്? വേലുത്തമ്പി ദളവ. എന്ത് ദളവ? വേലുത്തമ്പി ദളവ നടത്തിയ പ്രൊക്ലമേഷനാണ് കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം. അത് 11 ജനുവരി 1809 എന്താണ്? 11th January 1809. യെസ്, 11th January 1809. ആ പ്രൊക്ലമേഷന്റെ അടിസ്ഥാന ശില എന്താണ്? ഏതെങ്കിലും ഒരു മലയാളി എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ മുതൽ കൊല്ലം വരെയുള്ള രാജ്യമാ. ആരുടെ? തിരുവിതാംകൂർ രാജാവിൻ്റെ കേട്ടോ. കാസർഗോഡ് വരെയൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു മലയാളിയെങ്കിലും ജീവിച്ചിരിക്കുമെങ്കിൽ അവസാന ശ്വാസം വരെ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടണമെന്നതാണ് കുണ്ടറ വിളംബരം. മനസ്സിലായോ? വൈ വേലുത്തമ്പി ദളവ 11 ജനുവരി 1809. അടുത്തത്. ഹു വാസ് ഹോണേർഡ് വിത്ത് ടൈറ്റിൽ എന്തുവാ? ഭാരതകേസരി. ഭാരതകേസരി എന്ന് വട്ടപ്പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഭാരതകേസരി. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? ഇല്ല. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയിൽ മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനെ ഒരിക്കൽ പോലും അച്ഛ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം എന്താ? എല്ലാ തിങ്കളാഴ്ചയും പാതിരാത്രി അച്ഛൻ വരും, നേരം വെളുക്കുന്നതിന് മുമ്പ് പോകും. ഇല്ലീഗൽ വൈഫായിരുന്നു കേട്ടോ മന്നത്ത് പത്മനാഭൻ. അതിനെതിരെ ഉണ്ടാക്കിയ സങ്കടം. അങ്ങനെ ഈ വരുന്നവരെ എല്ലാം ഭർത്താവായി സ്വീകരിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ സംഘടന പേരാണ് നായർ സർവീസ് സൊസൈറ്റി. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും കൃത്യമായി മനസ്സിലാവും അതിനകത്തെ. ഇച്ചിരിയൊക്കെ മാറ്റം വരുത്തിയൊക്കെ ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്, അത് വേറെ കാര്യം. എങ്കിലും കിട്ടിയ വായിച്ചു നോക്കുക. ഓക്കെ. The first person from depressed classes become the member of ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. ശ്രീമൂലം തിരുനാൾ മഹാസഭയിൽ അടിച്ചമർത്തപ്പെട്ട വംശത്തിൽ നിന്നും ആദ്യമായി ഉണ്ടായ മെമ്പർ ഏതാണ്? അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. ആണോ പെണ്ണോ? ആണ്. അവസാനം ഒരു കാളി കിടക്കുന്നുണ്ടൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യൻകാളി പുരുഷനാണ് കേട്ടോ.
ആ യെസ് വായിക്കൂ. Kerala history. The oldest book which mentions about Kerala is Itharayaranyakam. 2. The Public Service Commission in Travancore was set up in 1936. 3. Who is known as Vaikom hero? E.V. Ramaswamy Naikar. 4. The famous Kundara proclamation held on 11th January 1809. 5. Who was honored with the title Bharata Kesari? Mannathu Padmanabhan. 6. The first person from depressed class to become the member of Srimulam Popular Assembly, Ayyangali. Kerala history. 1. The oldest book which mentions about Kerala is Itharayaranyakam. 2. The Public Service Commission in Travancore was set up in 1936. 3. Who is known as Vaikom hero E.V. Ramaswamy Naikar. 4. The famous Kundara proclamation held on 11th January 1809. 5. Who was honored with the title Bharata Kesari Mannathu Padmanabhan. 6. The first person from the depressed class to become the member of Srimulam Popular Assembly, Ayyangali. Ayyankali. Okay. The volunteer captain of the Guruvayur Satyagraha. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗോപാലൻ. AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ? അല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കണമെന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അജണ്ട. അമ്പലത്തിൽ കയറാൻ വേണ്ടിയല്ല, അമ്പലത്തിന്റെ ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കണമെന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അജണ്ട. എന്നിട്ടാ പറയുന്നേ എല്ലാവരും ഹിന്ദുക്കളാണ്. അമ്പലത്തിന്റെ 7 അയലത്ത് അടുപ്പിക്കത്തില്ലായിരുന്നു. അപ്പൊ പറയുന്നത് നമ്മൾ ഹിന്ദുക്കളല്ലേ എന്നാ പറയുന്നത്. യെസ്, ദ ജൂസ് കെയിം ടു കേരള ഇൻ ദ ഇയർ ഡാഷ്. ജൂതന്മാർ കേരളത്തിലേക്ക് വന്നത് ഏത് വർഷമാണ്? 68 ജൂതപ്പള്ളി എറണാകുളത്തുണ്ട്, കേട്ടിട്ടുണ്ടോ? ജൂതന്മാരുടെ ശ്മശാനവും എറണാകുളത്തുണ്ട്. യെസ്. വിച്ച് റൂളർ വാസ് നോൺ ആസ് ദ മാർത്താണ്ഡവർമ്മ ഓഫ് കൊച്ചി? കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. അടുത്ത, the first intercaste marriage in Brahmin society was conducted by dash. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കാണോ? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നാടകമാണ്. ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. അതൊക്കെ ചോദിക്കും കേട്ടോ. ഏതൊക്കെയാ കയറി വരുന്നതെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടല്ലേ പറയാൻ പറ്റും. സെന്റ് ഏഞ്ചലോ ഫോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. സെന്റ് ഏഞ്ചലോസ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ. സെന്റ് ഏഞ്ചലോസ് ഫോർട്ട്. വായിക്കൂ. 7. The volunteer captain of Guruvayur Satyagraha, AK Gopalan. 8. Jews came to Kerala in 68 AD. 9. Which ruler was known as the Marthandavarma of Kochi, Shaktan Tamburan? 10. The first intercaste marriage in Brahmin society was conducted by VT Bhattathiripad. 11. St. Angelo Fort is situated in Kannur. 7. The volunteer captain of Guruvayur Satyagraha, AK Gopalan. 8. Jews came to Kerala in 68 AD. 9. Which ruler was known as the Marthandavarma of Kochi, Shaktan Tamburan? 10. The first intercaste marriage in Brahmin society was conducted by VT Bhattathiripad. 11. St. Angelo Fort is situated in Kannur. യെസ്. AK ഗോപാലിന് വേറൊരു പേരുണ്ട്, അറിയാമോ?
പാവങ്ങളുടെ പടത്തലവൻ. എഴുതിക്കോ, അവിടെ എഴുതി വെച്ചോ, ചിലപ്പം കയറി ചോദിച്ചാലോ. AK ഗോപാലൻ്റെ മറ്റൊരു പേരാണ് പാവങ്ങളുടെ പടത്തലവൻ. യെസ്, സരിക വായിച്ചേ. 7. The volunteer captain of Guruvayur Satyagraha, A.K. Gopalan. 8. Jews came to Kerala in 68 AD. 9. Which ruler was known as the Martandavarma of Kochi? Shaktan Tamburan. 10. The first intercaste marriage in Brahmin society was conducted by V.T. Bhattadiripadu. 11. Saint Angelo Fort is റെഡി? Who is known as the Kerala Simham? കേരളത്തിലൊരു സിംഹം ഉണ്ടായിരുന്നു പോലും. അയാൾ ആരാ? പഴശ്ശിരാജ. പഴശ്ശിരാജ. പഴശ്ശിരാജ എവിടായിരുന്നു? പഴശ്ശി എവിടെ? എവിടെയാണ്? പഴശ്ശിരാജ എവിടെയായിരുന്നു മക്കളെ? വയനാടൻ കാടുകളിൽ ഒളിപ്പൂർ യുദ്ധം നടത്തിയ ആളാണ് പഴശ്ശിരാജ. മമ്മൂട്ടി ഒരു സിനിമ അഭിനയിച്ചില്ലേ പഴശ്ശിരാജ? കേരള സിംഹം പഴശ്ശിരാജ. പുന്നപ്ര വയലാർ uprising held in the year dash. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് മക്കളെ? 1946. സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നോ? ഇല്ല. പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരമാണോ? ആണ്. കയറുവിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് പറയാൻ, ഉജ്ജ്വല സമര കഥ എന്ന് പറഞ്ഞ കയർ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് മുതലാളിമാർക്കെതിരെ, പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ. കേട്ടോ? അതാണ് കയറുവിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് പറയാൻ, ഉജ്ജ്വല സമര കഥ എന്ന് പറയുന്നത്. Whose pen name as കേരളൻ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ ദേശാഭിമാനി പത്രത്തിന്റെ ആരായിരുന്നു? എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അദ്ദേഹത്തിന്റെ തൂലികാനാമമായിരുന്നു കേരളൻ. എന്താണ്? കേരളൻ. അടുത്തത്. ഹൂ കോൾഡ് അയ്യങ്കാളി ആസ് പുലയ രാജ. പുലയന്മാരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിളിച്ച മാന്യദേഹമേത്? ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാ അയ്യങ്കാളി എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. കേട്ടോ? പുലയ രാജ എന്ന് മഹാത്മാ അയ്യങ്കാളിയെ വിളിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. കേട്ടോ? ഈ ഗൈഡിൽ പോലും ഗാന്ധിജി എന്ന് പറഞ്ഞിട്ടില്ല. മഹാത്മാഗാന്ധി. യെസ്. അടുത്തത്. The first Malayalam poet whose picture was appeared on the Indian stamp. മലയാളിയായ ഒരു കവിയുടെ ചിത്രം ഇന്ത്യൻ സ്റ്റാമ്പിൽ ആദ്യമായി വന്നു. ആരുടെയാണ്? കുമാരനാശാൻ. കുമാരനാശാനെ കുറിച്ച് പറയുന്നത് എന്താ? ആശാൻ ആശയ ഗംഭീരൻ. കേട്ടിട്ടുണ്ടോ? ആശാൻ ആശയഗംഭീരൻ, വള്ളത്തോൾ പദസുന്ദരൻ, ഉള്ളൂർ ഉഗ്ര ശബ്ദാഠ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അവരെങ്ങനെ അറിയപ്പെടും? നവീന കവിത്രയങ്ങൾ എന്നറിയപ്പെടും കേരളത്തിൽ. ആരൊക്കെയാ? ആശാൻ ആശയഗംഭീരൻ, വള്ളത്തോൾ പദസുന്ദരൻ, ഉള്ളൂർ ഉഗ്ര ശബ്ദാഠ്യൻ. ഇവരെ 3 പേരെയും എന്ത് കവിത്രയങ്ങൾ എന്നറിയപ്പെടും? ആധുനിക
ആധുനിക കവിത്രയങ്ങൾ, നവീനം, പുതിയ കവിത്രയങ്ങൾ എന്നറിയപ്പെടും. ഓക്കെ, ദ ഫസ്റ്റ് മോസ്ക് ഇൻ കേരള ഈസ് ഡാഷ്. ഏതാണ്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. കണ്ടിട്ടുണ്ടോ? കൊടുങ്ങല്ലൂരത്തെ മോസ്ക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. യെസ്. അതിനെ ചേരമാൻ പെരുമാൾ മോസ്ക് എന്നറിയപ്പെടും. എന്ത് മോസ്ക്? ചേരമാൻ പെരുമാൾ മോസ്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഈസ് എ ഫേമസ് ഡ്രാമ ബൈ ഡാഷ്. ആരാ? വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാട്. യെസ്. 12 മുതൽ 18 വരെ ഡൗട്ട് ഇല്ലെങ്കിൽ വായിച്ചേ കേക്കട്ടെ. 12th. Who is known as Kerala Singham? Payashiraja. 13. Punnapra Vayalar uprising held in 1946. 14. Whose pen name was Kerlan? Swadeshabhimani Ramakrishna Pillai. 15. Who called Ayyankali as Pulayaraja? Mahatma Gandhi. 16. The first Malayalam poet whose picture was appeared on Indian postal stamp, Kumar Nashan. 17. The first mosque in Kerala is at Kodungallur. 18. Adukkalil Ninnum Arangathekku is a famous drama written by V.T. Bhattathiripad. Yes, next. 12. Who is known as Kerala Singham? Payashiraja. 13. Punnapra Vayalar uprising held in 1946. 14. Whose pen name was Keralan? Swadeshabhimani Ramakrishna Pillai. 15. Who called Ayyankali as Pulaya Raja? Mahatma Gandhi. 16. The first Malayalam poet whose picture was appeared on Indian postal stamp, Kumaran Ashan. 17. The first mosque in Kerala is at Kodungallur. 18. Adukkalil Ninnum Arangathekku is a famous drama written by V.T. Bhattathiripad. Yes. അഖില അല്ലല്ലോ. സരിക. Who is known as Kerala Singham? Payashiraja. Punnapra Vayalar uprising held 1946. 14. Whose pen name was Keralan? Swadeshabhimani Ramakrishna Pillai. 15. Who called Ayyankali as Pulaya Raja? Mahatma Gandhi. 16. The first Malayalam poet whose picture was appeared on Indian postal stamp, Kumaran Ashan. The first mosque in Kerala is at Kodungallur. 18. Adukkalil Ninnum Arangathekku famous drama written by V.T. Bhattathiripad. Any doubt? The poet known by Sneha Gayakan, പ്രണയഗായകൻ എന്നറിയപ്പെടുന്ന പോയറ്റ് കവി ആരാണ്? ആരാണ്? കുമാരനാശൻ. കുമാരനാശാൻ. സ്നേഹഗായകൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കവിതയുടെ പേര് പറഞ്ഞ കുമാരനാശാന്റെ. വീണപൂവ്. വീണപൂവ്. ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകിയാണ് കൂടുതൽ അലയടിച്ച കവിത കേട്ടോ. ചണ്ടാല ഭിക്ഷുകി. എൻ്റെ ജീവിത കഥ ഈസ് ദ ഫേമസ് ഓട്ടോബയോഗ്രഫി ഓഫ് ഡാഷ്. ആരാ? എ.കെ. ഗോപാലൻ. എ.കെ. ഗോപാലൻ. എ.കെ.ജി. സെന്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ പേരാണ് എ.കെ.ജി. സെന്റർ. അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇൻഫ്ലുവൻസ് ഒരു നേതാവാണ് എ.കെ. ഗോപാലൻ. എ.കെ.ജി. ഓക്കെ. പാവങ്ങളുടെ പടത്തലവൻ, മറന്നു പോകരുത് കേട്ടോ. എ.കെ.ജി. ദ ആനുവൽ ബഡ്ജറ്റ് സിസ്റ്റം കോൾഡ് പതിവ് കണക്ക്. അത് തന്നെ. പതിവ് കണക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ട്രാവൻകൂർ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? മാർത്താണ്ഡവർമ്മ മഹാരാജ. അടുത്തു. ദ ട്രാവൻകൂർ റൂളർ ഹൂ ബിൽറ്റ് കൃഷ്ണപുരം പാലസ്. കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. അതും മാർത്ത ആണ്ടവർമ്മയാണ് അല്ലേ? യെസ്. അടുത്തത്.
ദ സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഹൂ സ്റ്റാർട്ടഡ് പന്തി ഭോജനം. ആരാണ്? തൈക്കോടയ്യ. തൈക്കോട്ട് അയ്യ. പന്തി ഭോജനം കണ്ടോ? ഭോജനം. തൈക്കോട്ട. ഈ പന്തി ഭോജനം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് ഒരു ജാതിയിലെ ആൾക്കാർ മറ്റൊരു ജാതിയിലെ ആൾക്കാരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അങ്ങനെ എല്ലാവരെയും ജാതിയില്ല പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി എല്ലാ ജാതിക്കാരെയും മതക്കാരെയും ഒരുമിച്ച് വിളിച്ച് ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. അതാണ് പന്തി ഭോജനം എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അന്നത്തെ ജാതി വ്യവസ്ഥയുടെ പേരിങ്ങനെയാണ്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തൊരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരൻ. കേട്ടോ? കുമാരനാശാൻ പറഞ്ഞതാ കേട്ടോ? യെസ്. അപ്പം വായിച്ചോ കേക്കട്ടെ. 19. A poet known by the name Sneha Gayagan Kumaranashan. 20. എന്റെ ജീവിത കഥ is the autobiography of A.K. Gopalan. 21. The annual budget system called Padivu Kanakku was introduced in Travancore by Marthanda Varma. 22. The Travancore ruler who built Krishnapuram Palace, Marthanda Varma. 23. The social reformer in Kerala who started Pandi Bhojanam, Thaikot Ayya. തൈക്കാട്ട് അയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. തൈക്കാട്ട് കേട്ടോ? യെസ്. 19. The poet known by the name Sneha Gayagan Kumaranashan. 20. എന്റെ ജീവിത കഥ is the autobiography of A.K. Gopalan. 21. The annual budget system called Padivu Kanakku was introduced in Travancore by Marthanda Varma. 22. The Travancore ruler who built Krishnapuram Palace, Marthanda Varma. 23. The social reformer in Kerala who started Pandi Bhojanam, Thaikad Ayya. Yes, Sarika. 19. The poet known by the name Sneha Gayagan Kumaranashan. 20. The Jeevitha Katha is the biography of A.K. Gopalan. 20. The annual budget system was introduced in Travancore by Marthanda Varma. 22. The Travancore ruler who built Krishnapuram Palace, Marthanda Varma. 23. The social reformer in Kerala who started Pandi Bhojanam, Thaikod Ayya. Any doubt? ഇല്ല. യെസ്. അടുത്ത എത്ര? 24 അല്ലേ പേ നമ്പർ? പേ നമ്പർ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 24 അല്ലേ? Question number 24. യെസ്. നോക്കൂ. The famous film which depict the life of ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിത കഥ ഒപ്പിയെടുത്ത സിനിമയുടെ പേര് ഏതാണ്? യുഗപുരുഷൻ. ആരായിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ? അറിയുമോ? ഇല്ല. ഗോകുലം ഗോപാലൻ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. യുഗപുരുഷനായിട്ട് വേഷം ഇട്ടതാരാ? ഒരു തമിഴ് നടനാണ് കേട്ടോ. കേരളത്തിൽ ആരെയും ശ്രീനാരായണ ഗുരുവിന്റെ രൂപസാദൃശ്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല. Old Travancore Muslim മഹാജനസഭ ഈസ് ഫോംഡ് ബൈ ഡാഷ്. തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളുടെ മഹാജനസഭ ഉണ്ടാക്കിയ വ്യക്തി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം റിഫോർമർ ആയിരുന്നു കേട്ടോ. യെസ്. അടുത്തത്.
ദ മെയിൻ വെന്യൂ ഓഫ് സാൾട്ട് സത്യാഗ്രഹ ഇൻ കേരള. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും ആകർഷണ സ്ഥലം ഏതായിരുന്നു? പയ്യന്നൂർ കടപ്പുറത്ത് പോയി കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഉപ്പ് കുറുക്കി ഉപ്പും കൊണ്ട് വീട്ടിൽ പോയി. അതിനെയാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത്. പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹം എന്നാ തുടങ്ങിയേ? അറിയുമോ? മാർച്ച് 1930. യെസ്. ദി ലിങ്കോളൻ ഓഫ് കേരള കേട്ടോ. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. 1 മിനിറ്റേ മക്കളെ. എബ്രഹാം ലിങ്കൺ, അതിന് പകരമാണ് ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. യെസ്, ദ എബ്രഹാം ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം എവിടെയാ? ചേരാനല്ലൂർ കേട്ടോ. യെസ്, ഞാൻ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ വായിച്ചപ്പോഴേ ചേരാനല്ലൂരിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ട് തറവാട്ടുമുറ്റത്താണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തി. ദ ക്രിസ്ത്യാനിറ്റി വാസ് പ്രൊപ്പഗേറ്റഡ് ഇൻ കേരള ബൈ ഡാഷ്. ക്രിസ്ത്യൻ മതപരിവർത്തനം ഏറ്റവും കൂടുതൽ നടന്നതും ക്രിസ്ത്യൻ മത പ്രചരണം നടത്തിയതും ആരായിരുന്നു? കേരളത്തിൽ ആരായിരുന്നു? ആരാണ്? സെന്റ് തോമസ്. അതിനാണ് ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വീമ്പ് പറയുന്നത്, സെന്റ് തോമസ് നേരിട്ട് മതപരിവർത്തനം നടത്തിയ ഞങ്ങളെ മാമോദിസ മുക്കിയത്. സെന്റ് തോമസ് നേരിട്ട് മാമോദിസ മുക്കിയതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ടോ പല സിനിമയിലൊക്കെ? അടുത്തത് ചാന്നാർ ലിബറിയൻ, ചാന്നാർ ലഹള വാസ് ഹെൽഡ് ഇൻ ദ ഇയർ ഡാഷ്. കേരളത്തിൽ നടന്ന ഒരു സമരത്തിൻ്റെ പേരാണ് ചാന്നാർ ലഹള. ചാന്നാർ എന്ന് പറഞ്ഞ ഒരു ജാതിയാണ് കേട്ടോ. ആ ജാതിയിൽ നിന്ന് നടന്നൊരു സമരമാണ് ചാന്നാർ ലഹള. ഏത് വർഷം നടന്നേ ചാന്നാർ ലഹള? 1859. അന്ന് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചാന്നാർ ലഹള അതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. ചാന്നാർ ലഹള. ഓക്കെ. ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ദിവാൻ ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് ദിവാൻ, ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ഏതാണ്? ആരാണ് മക്കളെ? കേണൽ മൺറോ. അതിനാണ് മൺറോ തുരുത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? മൺറോ തുരുത്ത് കൊല്ലത്തെ ഒരു സ്ഥലത്തിന്റെ പേരാണ് മൺറോ തുരുത്ത്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ മൺറോ തുരുത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണസിരാ കേന്ദ്രം? മൺറോ തുരുത്ത്, കേണൽ മൺറോ. മുകുന്ദ മല വാസ് റിട്ടൺ ബൈ ഡാഷ്. ആരാണ്? ആരാണ്? കുലശേഖര ആൾവ. ആൾവാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ? ആൾവാഞ്ചേരി തമ്പ്രാക്കൾ തിരുവിതാംകൂറിലെ അന്ന് ഏറ്റവും വലിയ, ജന്മം കൊണ്ട് ഏറ്റവും വലുത് എന്നറിയപ്പെടുന്ന ബ്രാഹ്മണ തറവാടാണ് ആൾവാഞ്ചേരി തമ്പ്രാക്കൾ കേട്ടോ. കുലശേഖര ആൾവ.
ഓക്കെ, എനി ഡൗട്ട്? 24 മുതൽ 31 വരെ. No. യെസ്, വായിക്കൂ. 24. The famous film which depicts the life of Sri Narayana Guru Yuga Purushan. 25. All Travancore Muslim Mahajana Sabha was founded by Wakam Abdul Khader Maulavi. 26. The main venue of Salt Satyagraha in Kerala, Payyanur. 27. The Lincoln of Kerala, Pandit Karuppan. 28. Christianity was propagated in Kerala by St. Thomas. 29. Chanar Rebellion was held in 1859. 30. The first English Diwan of Travancore, Colonel Munro. 31. Mugundamala was written by Kulashegara Alvar. 24. The famous film which depicts the life of Sri Narayana Guru Yuga Purushan. 25. All Travancore Muslim Mahajana Sabha was founded by Wakam Abdul Khader Maulavi. 26. The main venue of Salt Satyagraha in Kerala, Payyanur. 27. The Lincoln of Kerala, Pandit Karuppan. 28. Christianity was propagated in Kerala by St. Thomas. 29. Chanar Rebellion was held in 1859. 30. The first English Diwan of Travancore, Colonel Munro. 31. Mugundamala was written by Kulashegara Alvar. യെസ്, സരിക. 24. The famous film which depicts the life of Sri Narayana Guru Yuga Purushan. 25. All Travancore Muslim Mahajana Sabha was founded by Vaikam Abdul Khader Maulavi. 26. The main venue of Salt Satyagraha in Kerala, Payyanur. 27. The Lincoln of Kerala, Pandit Karuppan. 28. Christianity was propagated in Kerala by St. Thomas. 29. Chanar Rebellion was held in the year 1859. 30. The first English Diwan of Travancore, Colonel Munro. 31. Mugundamala was written by Kulashegara Alvar. യെസ്, എനി ഡൗട്ട്? ഇല്ല, തുടങ്ങാം. കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഡാഷ്. കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം, കൊച്ചി നിയമസഭ ഏത് വർഷമാണ് ആരംഭിച്ചത്? 1941. 1941. 1941. The first notable work of കുമാരനാശാൻ, അല്ലേ? കുമാരനാശാവിൻ്റെ ശ്രദ്ധേയമായ ആദ്യത്തെ കവിത ഏതാണ്? വീണപൂവ്. വീണപൂ. വീണപൂവിൻ്റെ വരികൾ അറിയുമോ? ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്തുന്നു ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേനി. ആ കവിത കേട്ടുണ്ടോ? അത് പഠിക്കാനുണ്ടായിരുന്നു സാർ. അതെ, അതാണ് വീണപൂവ്. ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേനി. ഓക്കെ, അതിനകത്തൊരു വരിയുണ്ട്. എന്താണെന്നറിയാമോ? വൈരാഗ്യമേറിയൊരു വൈദികനാട്ട ഏറ്റ വൈരിക്കു മുമ്പുഴറി ഓടിയ ഭീരുവാട്ടൻ നേരെ വിടർന്നു വിലസിയിടുന്ന നിന്നെ നോക്കി അരാകിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്കാമോ? അവര് അറിയാമോ? അതിൻ്റെ അർത്ഥം അറിയാമോ? ശരി, വിട്ടുകള, പോട്ടെ. ദ മെയിൻ കോസ് ഓഫ് പഴശ്ശി റിവോൾട്ട് വാസ് റിലേറ്റഡ് ടു ഡാഷ്. പഴശ്ശിയുമായുള്ള യുദ്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഏതാണ്? റവന്യൂ. പഴശ്ശി രാജാവ് പറഞ്ഞു, ബ്രിട്ടീഷുകാരെ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തരത്തില്ല? നികുതി തരത്തില്ല, കപ്പം തരത്തില്ല എന്ന് പറഞ്ഞു. പഴശ്ശി രാജ സിനിമ കണ്ടിട്ടുണ്ടോ? കപ്പമാണ് പ്രശ്നം, കപ്പം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നിന്റെ രാജ്യം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. അതാണ് യുദ്ധത്തിൻ്റെ കാരണം.
അടുത്തത് ദ സിറിയൻ ക്രിസ്ത്യൻ വേർ ഓൾസോ നോൺ ആസ് ഡാഷ്. സിറിയൻ ക്രിസ്ത്യാനികളെ, സുറിയാനി ക്രിസ്ത്യാനികളെ വേറൊരു പേര് അറിയപ്പെടും. ഏതാ മക്കളെ? നസ്രാണീസ്. എന്താണ്? നസ്രാണീസ്. നസ്രാണീസ്. നമ്മുടെ കേരളത്തിൽ എല്ലാ ക്രിസ്ത്യാനികളെയും നസ്രാണി എന്നാണ് വിളിക്കുന്നത്. അതെ. അതല്ല കേട്ടോ, സിറിയൻ ക്രിസ്ത്യാനികളെ മാത്രമേ നസ്രാണികൾ എന്ന് വിളിക്കൂ. ദ ട്രാവൻകൂർ റൂളർ ഹു അബോളിഷ്ഡ് സ്ലേവറി. അടിമത്വം തിരുവിതാംകൂറിൽ ഒരു ഭരണാധികാരി അവസാനിപ്പിച്ചു. ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായി. റാണി ഗൗരി ലക്ഷ്മി ഭായ്. അതും ഒരു വനിതയുടെ പേരിലാണ് ചരിത്രം. അതിനു മുമ്പ് വരെ ഈ ഡിപ്രസ്ഡ് ക്ലാസ് എന്നറിയപ്പെടുന്ന എല്ലാവരെയും അടിമച്ചന്തയിൽ കൊണ്ടുപോയി ഈ കാളയെയും പശുവിനെയും പോത്തിനെയൊക്കെ വിൽക്കുന്ന പോലെ അവരുടെ കൂടെ വിൽക്കുമായിരുന്നു. മനസ്സിലായോ? എന്നിട്ടാണ് പറയുന്നത് ഇന്ത്യ ഒരു മഹത്തായ രാജ്യമായിരുന്നു, ഇന്ത്യക്ക് ഭയങ്കര ഐക്യവും ഒക്കെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ വന്ന് ഇവിടുത്തെ ഐക്യമൊക്കെ തകർത്ത് കളഞ്ഞു. അങ്ങനെ കൊള്ളാമോ? ശരി. അടുത്തത് ദ ഫേമസ് വർക്ക് എന്തുവാ? മയൂര ദർശനം. എന്താ? മയൂര ദർശനം. മയൂര സന്ദേശം. യെസ്, ദർശനമല്ല മക്കളെ, സന്ദേശം. വാസ് റിട്ടൺ ബൈ ഡാഷ്. ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ. അത് മാത്രം പോരാ, വലിയ കോയി തമ്പുരാൻ. കിടക്കട്ടെ, ഇല്ലേ? നമ്മളായിട്ട് കുറയ്ക്കണ്ട. അതെ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരെന്താ? മയൂര ദർശനം. മയൂരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മയൂരം, മയൂര സന്ദേശം. മയൂര സന്ദേശം. യെസ്, മയൂര സന്ദേശം. മയൂരം എന്ന് പറഞ്ഞാൽ എന്താ? മയിൽ സന്ദേശം കൊണ്ടുപോകുന്നു. അതാണ് സംഭവം, മയൂര സന്ദേശം. അടുത്തത് ആത്മവിദ്യാ സംഘം. എന്ത് സംഘം? ആത്മവിദ്യാ സംഘം. ആരുടേതായിരുന്നു? ആരായിരുന്നു സ്ഥാപിച്ച ആത്മവിദ്യാ സംഘം? ഇതൊക്കെ കേരള ചരിത്രത്തിന്റെ ഏടുകളാണ് മക്കളെ. ഇതൊക്കെ കേരളത്തിന്റെ പുരോഗതിയെ ഒത്തിരി സ്വാധീനിച്ചുള്ള സംഭവങ്ങളാണ്. ആത്മവിദ്യാ സംഘം, വാഗ്ഭടന്റെ ആത്മവിദ്യാ സംഘം കേട്ടോ. യെസ്, ഇതൊന്നും ഇല്ലാതെ കേരള ചരിത്രം ഇല്ല. യെസ്, 32 മുതൽ 38 വരെ ഒന്ന് വായിച്ചാൽ കേൾക്കട്ടെ. 32. Kochi Rajya Praja Mandalam was formed in the year 1941. 33. The first notable work of Kumaranashan, Veena Pool. 34. The main cause of the Paishi revolt was related to revenue. 35. Syrian Christians were also known as Nasranis. 36. The Travancore ruler who abolished slavery, Rani Gauri Lakshmi Bai. 37. The famous work Mayura Sandesham was written by Keralavarma Valiyakoi Tamburan. 38. Atma Vidya Sangham was started by Vakbadananda. 32. Kochi Rajya Praja Mandalam was formed in the year 1941. The first notable 33. The first notable work of Kumaranashan, Veena Pool. 34. The main cause of the Palashi revolt was related to revenue. 35. Syrian Christians were also known as Nasranis. 36. The Travancore ruler who abolished slavery, Rani Gauri Lakshmi Bai. 37. The famous work Mayura Sandesham was written by Keralavarma Valiyakoi Tamburan. 38. Atmavidya Sangham was started by Vakbadananda. 32. Kochi Rajya Praja Mandalam was formed in the year 1941. 33. The first notable work of Kumaranashan, Veena Pool. 34. The main cause of Palashi was related to revenue. 35. Syrian Christians. 36. The ruler who abolished slavery, Rani Gauri Lakshmi Bai. 37. The famous Mayura Sandesham was written by Keralavarma Valiyakoi Tamburan. 38. Atmavidya Sangham was started by Vakbadananda.